ഇതൊരു ത്രില്ലർ ജനസിൽ വരുന്ന സിനിമയാണ്. ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ ജനസിൽ വരുന്ന സിനിമയാണ്. ഞങ്ങൾക്കിപ്പോൾ ഫിലിം മാർക്കറ്റിൽ IFFK ഫിലിം മാർക്കറ്റിൽ ഈ സിനിമയുടെ ഒരു പ്രിവ്യൂ നടത്താനാണ് സാങ്കേതികമായി കഴിഞ്ഞു. അത് സിനിമാ മേഖലയിലെ ടെക്നീഷ്യൻസും സിനിമാ സംവിധായകരും IFFKയിലെ ഡെലിഗേറ്റ്സും അടങ്ങുന്ന ഒരു വലിയ മെമ്പേഴ്സ് കാണാനിട വന്നു. അവരിൽ നിന്നെല്ലാം ഭയങ്കര പോസിറ്റീവായ റിവ്യൂസ് നമുക്ക് കിട്ടി. ഒരു സിനിമ എന്നതിൽ ഇതൊരു ഭയങ്കര സിനിമയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ത്രില്ലർ, ഒരു കൊമേഴ്ഷ്യൽ പാക്കേജ് സിനിമ IFFK വേദിയിൽ കാണിക്കാൻ ഫിലിം മാർക്കറ്റ് പോലൊരു വേദി ഒരുങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വേദിയിൽ സിനിമ കാണിക്കാനിട വന്നത് മൂലം നമുക്ക് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായ സൻഹ പിക്ചേഴ്സ് ഈ സിനിമ എടുക്കാൻ താല്പര്യപ്പെട്ട് വരികയുണ്ടായി. അദ്ദേഹം ഇവിടെ ഉണ്ട്, സൻഹ പിക്ചേഴ്സ്. അവർ ആ സിനിമയോട് നമുക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. തമിഴിൽ നിന്നൊരു റീമേക്ക് അവകാശവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ഗ്രൂപ്പ് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കുറേ പോസിറ്റീവ് കാര്യങ്ങൾ ഫിലിം മാർക്കറ്റ്, കേരള ഫിലിം അക്കാദമി സംഘടിപ്പിക്കുന്ന ഫിലിം മാർക്കറ്റിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചതുകൊണ്ടുണ്ടായി. അത് ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടായതോടൊപ്പം തന്നെ സെൻസർ നിയമങ്ങളിൽ പെട്ട് നമ്മുടെ സിനിമ കുറച്ചൊന്ന് ട്രബിളിലാവുകയും ചെയ്തു. ഞങ്ങളുടെ സിനിമയ്ക്ക് ഇപ്പോൾ A സർട്ടിഫിക്കേഷനാണ് സിനിമയുടെ സർട്ടിഫിക്കേഷൻ. ഒരു കുടുംബചിത്രമായി ഞങ്ങൾ എടുത്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലും ഒക്കെ വരുന്ന ചില വയലൻസ് കണ്ടന്റുകളുടെ ബേസിലാണ് ഞങ്ങൾക്ക് സിനിമയ്ക്ക് A സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ ഉപരി ആ സിനിമയിൽ ഒരു പോലീസ് ഓഫീസർ ഉപയോഗിക്കുന്ന ഫൗൾ ലാംഗ്വേജ് ഉണ്ട്, ചില വയലൻസ് രംഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഏത് ഓഡിയൻസിനെയാണ് കൊടുക്കേണ്ടതെന്ന് വ്യക്തമായി കാഴ്ചപ്പെടും. അപ്പോഴും ഞാൻ പറയുന്നത് അതൊരു കുടുംബചിത്രമായാണ്, അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ല. എന്നിട്ട് കൂടി ആ സിനിമയ്ക്ക് A സർട്ടിഫിക്കേഷൻ മതി, അങ്ങനെയാണ് സെൻസർ നമുക്ക് കിട്ടാൻ സാധ്യതയെന്ന് മനസ്സിലാക്കി ഇല്ല, നമ്മളും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന നിലയിൽ ആ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് മതി എന്ന തീരുമാനമെടുത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ആ സിനിമ കണ്ടിട്ട് നമ്മുടെ സെൻസർ ബോർഡ് ആ സിനിമയിലെ വയലൻസിൻ്റെ 20% കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിലപാടെടുക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിനെ തർക്കിക്കുകയും അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു സെൻസർ ബോർഡിൻ്റെ വിധിയെഴുത്ത്. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സിനിമയല്ല ആദ്യമായി ഇത് തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്ന സ്ത്രീകൾക്കെതിരെയാണ്. അപ്പോൾ ആ വയലൻസിനെ പ്രതിനിധാനം ചെയ്യുന്ന ആ സിനിമയെ പിക്ചറൈസ് ചെയ്യുന്ന ഒരു സിനിമയാണ്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയല്ല. ഒപ്പം അതിനെ എതിർക്കുന്ന, അതിനെതിരെയുള്ള സിനിമ തന്നെയാണ്. അങ്ങനെയുള്ള സിനിമയ്ക്ക് ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് കളയണമെന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാവാതെ അത് ഒരുപാട് ചർച്ചകൾ നടത്തിയെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് സെൻസർ ബോർഡിൻ്റെ A സർട്ടിഫിക്കേഷന് നമ്മൾ അറിഞ്ഞുകൊണ്ട് വിധേയരാകാൻ തയ്യാറായ ഒരു സിനിമയ്ക്ക് അത്തരം കട്ടുകൾ നിയമപരമായിട്ട് A സർട്ടിഫിക്കേഷൻ എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്തും ചെയ്യാമെന്നല്ല എന്നൊക്കെയുള്ള നിലപാടുകളും, അതിനേക്കാൾ ഉപരി എനിക്ക് ക്രൂരമായി തോന്നിയത് അതിലെ ഒരു പ്രധാന അംഗം എന്നോട് പറഞ്ഞത്, സിനിമ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വില്ലനെ നിങ്ങൾ ഇങ്ങനെ ചിത്രീകരിക്കണമായിരുന്നു, വില്ലൻ്റെ മരണം നിങ്ങൾ ഈ രീതിയിൽ പോർട്രേറ്റ് ചെയ്യണമായിരുന്നു എന്ന് നിർദ്ദേശം വെച്ചതാണ്. ഒരു സാങ്കേതിക വിദഗ്ധനോട്, ഒരു ടെക്നീഷ്യനോട്, ഒരു സംവിധായകനോട്, ഒരു ക്രിയേറ്റീവ് പേഴ്സണോട് ഇത്തരമൊരു നിലപാട് പറയേണ്ടവരല്ല സെൻസർ ബോർഡിൽ ഇരിക്കുന്നവരെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ഒരു ചെറിയ ബഡ്ജറ്റിലെടുത്ത സിനിമ എന്ന നിലയിൽ എനിക്ക് ആ സിനിമ അന്ന് ആ കടമ്പകൾ കടന്ന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. അന്ന് റിലീസ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ മൂവ്മെൻറ്റിലേക്ക് പോകുന്നത്. ഒരു സിനിമ മിക്സിങ്ങും ബാക്കി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളിതിന് സർട്ടിഫിക്കേഷന് വേണ്ടി പോകുന്നത്. അപ്പോൾ പിന്നീട് ഈ സിനിമയ്ക്ക് വേണ്ടി വന്ന കട്ടുകൾ, അല്ലെങ്കിൽ ഇത് നിർദ്ദേശിച്ച കട്ടുകളും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ സമയനഷ്ടം, ഞങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടം ഒക്കെ ഒരു ചെറിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇവിടെ കില്ലും മാർക്കോയും അടക്കം ഇന്ന് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ഒരുപാട് വയലൻസ് സിനിമകൾ കൊണ്ടാടുന്നുണ്ട്. ഇവർക്കൊക്കെ സെൻസർ നടപടികൾ ഭംഗിയെ നടപ്പിലാക്കപ്പെടുന്നു. അവർക്ക് കട്ടുകൾ വിധിക്കുന്നില്ല എന്നല്ല, പക്ഷേ അതിലൊക്കെ കണ്ടിട്ടുള്ള വയലൻസുമായിട്ട് തരണം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമയുടെ വയലൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു വയലൻസാണ്, വളരെ വളരെ ചെറിയ തോതിലുള്ള ഒരു വയലൻസാണ്. എന്നെപ്പോലൊരു പുതിയ നിർമ്മാതാവ്, ഞാൻ ഈ സിനിമ സംവിധായകനാണ്, ഞാൻ 5ാമത്തെ സിനിമയാണിത്. പക്ഷേ ഈ സിനിമ ഞാൻ സ്വന്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഒരുപാട് പ്രതിസന്ധികൾ ഒരു സിനിമ നിർമ്മിക്കുന്നതിൽ വന്നപ്പോൾ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് പ്രതിസന്ധികൾ ഈ 2.5 മാസക്കാലത്തെ കാത്തിരിപ്പ് നീണ്ടതിലൂടെയും മറ്റ് ടെക്നിക്കൽ കറക്ഷനിലൂടെയും എനിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതുകൂടി അറിയിക്കുന്നു. എന്തായാലും എല്ലാ കടമ്പകളും കഴിഞ്ഞ് സിനിമ 28-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. ഈ A സർട്ടിഫിക്കറ്റ്, ഞാനിതിനൊരു ടാഗ് ലൈൻ കൊടുക്കുന്ന ഒരു A സർട്ടിഫിക്കറ്റ് കുടുംബചിത്രം എന്നാണ്. അങ്ങനെ തന്നെ ഞാനിത് മുന്നോട്ട് വയ്ക്കും. പ്രേക്ഷകൻ തീരുമാനിക്കട്ടെ ഇതിൽ എന്താണ് ഇത്ര വലിയ നിങ്ങൾ ഈ കണ്ട മറ്റ് സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് A സർട്ടിഫിക്കേഷൻ കട്ടുകൾ വിധിക്കാൻ മാത്രമുള്ള എന്ത് പ്രശ്നമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നതെന്ന് വിലയിരുത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
മാറ്റങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട്. പ്രേക്ഷകനെ നൽകുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, തിയേറ്ററിൽ ഉണ്ടാകുന്ന മൊമെന്റ് അത് ബാധിക്കും. തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലി എൻ്റെ ക്രിയേഷനെ അത് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ വ്യൂ പോയിന്റിൽ അത് നാളെ പ്രേക്ഷകൻ അത് കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകന് ചിലപ്പോൾ അത് കാണാത്ത വിധമാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിനെ ഒരു വൈതണ്ടി വന്നാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണല്ലോ എഡിറ്റിംഗ് പോയിന്റിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമയുടെ ആദ്യത്തെ വെർഷനിൽ നിന്ന് ആ അടർന്നു പോയ ഭാഗങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അത് എൻ്റെ സിനിമയുടെ കുറവുകൾ ഉണ്ടാക്കുമെന്നും അത് ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയും ചെയ്തു. എനിക്ക് ആ സിനിമയിൽ അങ്ങനെ ചെയ്താലാണ് എനിക്കത് കൃത്യമായി എനിക്കത് ഇത് ചെയ്യാം. അപ്പോൾ അവരത് അല്ല അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ കുഴപ്പം വരില്ല എന്ന് അവർ നിശ്ചയിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്നെ ബാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള റെക്ടിഫൈ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ എഡിറ്റുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിർണായകമായൊരു ഇത് ലോസ് ആയാലുള്ള അവസ്ഥ എന്താണ്? ഞങ്ങൾ അതിനുശേഷം സിനിമ ഇപ്പോൾ പ്രദർശിപ്പിക്കുകയും പ്രേക്ഷകർക്ക് ഫിലിം മാർക്കറ്റിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് ഞങ്ങളത് സന്തുഷ്ടരാണ്. വേറെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആരും അത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനൊരു നിർണായകമായൊരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു നമ്മൾ മെൻഷൻ ചെയ്യപ്പെടേണ്ട ഒരു സാധനം അതിലൂടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. സ്പെസിഫൈഡ് സിനിമ അന്ന് മാർക്കോ റിലീസായിട്ടില്ല. പിന്നെ ഞാൻ സ്പെസിഫൈഡ് സിനിമ എടുത്ത് വെച്ച് വിശകലനം ചെയ്യാൻ തന്നില്ല. ഞാൻ സംസാരിച്ചത് ഇതിനേക്കാൾ അന്ന് കില്ലൊക്കെ റിലീസായിട്ടുണ്ട്. കില്ല് ഞാൻ മെൻഷൻ ചെയ്തു എന്നാണ് ഓർമ്മ. മറ്റൊരു മലയാള സിനിമ അല്ലാത്തത് കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തു. ഒരു മലയാള സിനിമയെ മെൻഷൻ ചെയ്ത് ഞാൻ സംസാരിക്കാനിട വന്നില്ല. പക്ഷേ ഞാൻ ഈ വിഷയമൊക്കെ സംസാരിച്ചു. അതിലുപരി നമ്മുടെ ഒരു ചെറിയ സിനിമയോട് കാണിക്കുന്ന നീതികേടായിട്ട് തന്നെ ഞാൻ പ്രസന്റ് ചെയ്തു. പക്ഷെ ഒരു തരത്തിലും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ മറുചോദ്യം ഉണ്ടായി എന്ന് പറയുന്നതാണ് എന്നെ ഏറ്റവും എനിക്ക് വിഷമമുണ്ടാക്കുന്ന ഘടകം. അതായത് അദ്ദേഹം ഒരു നിർദ്ദേശം പറയുകയുണ്ടായി അവിടെ ഇരുന്ന ഒരാൾ. അത് ഈ പറഞ്ഞത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലോയിൽ എന്നോട് സംസാരിച്ച വഴിക്ക് വന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ നിർദ്ദേശം പറയാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ അധികാരപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു ക്രിയേഷന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ അതിന് അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം എൻ്റെ സിനിമയുടെ കണ്ടന്റിലേക്ക് കടന്നു കയറുമെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ ലൈൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ അതും ഒരു അല്പം വൾഗർ ലാംഗ്വേജിൽ തന്നെയാണ് അദ്ദേഹം എന്നോട് പ്രതികരിച്ചത്. അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ സെൻസർ ബോർഡിൽ പണ്ട് ഞാൻ എൻ്റെ കല്യാണിസം എൻ്റെ ആദ്യ സിനിമയും ഒക്കെ ദം എന്ന് പറയുന്ന രണ്ടാമത്തെ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള സെൻസർ ബോർഡ് അംഗങ്ങളിൽ പലരും സിനിമയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമ സംബന്ധമായ ആൾക്കാരാണ് ഇരിക്കുന്നത് കണ്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് അത്രയും സുപരിചിതമല്ലാത്ത ഫേസുകളാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഒക്കെ ഈ കമ്മിറ്റിയിലേക്ക് ആൾക്കാർ എത്തപ്പെടുന്നു. അവർ സിനിമ വിലയിരുത്താൻ അല്ലെങ്കിൽ സിനിമയുടെ പ്രതിനിധികളായിട്ട് അല്ലാത്തവരും ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിലുണ്ട് എന്നുള്ളതാണ്, ആ പാനലിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലും എനിക്കത് ഒരു കറക്റ്റായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ടും സ്ത്രീകൾക്ക് അത് വയലൻസ് ആണ്. അത് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് ഒരു തരത്തിലും അനുവദനീയമല്ല. അതിന് ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കുള്ള വയലൻസ് തന്നെയല്ലേ നമ്മൾ ഈ പറഞ്ഞ പല സിനിമകളും കണ്ടത്. ഞാൻ ഇപ്പോഴും പിന്നെ പേരുകൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടതെല്ലാം അത് തന്നെയല്ലേ. ഇവിടെ സിനിമ അത് ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ കണ്ടന്റിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നതിന് നമ്മൾ ചിത്രീകരിക്കാതെ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കും? അതുപോലെ ഞാൻ ലീഡ് റോഡിൽ ഉള്ള സിനിമയാണെങ്കിലും അല്ലാത്ത സിനിമയാണെങ്കിലും ഇതെല്ലാത്തിനെയും ബാധിക്കത്തില്ലേ? ഒരുപക്ഷെ പ്രേക്ഷകന് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാകണമെന്നില്ല. പക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ അത് വേറൊരു ലെവലിലായിരിക്കും. അതാണ് അതിന്റെ കാര്യം. ഞങ്ങളൊരു ടെക്നിക്കൽ പ്രിവ്യൂ നടത്തുകയും പിന്നീട് പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു പ്രിവ്യൂ നടത്തുകയും ചെയ്തതിന്റെ റീസൺ ഒരു പക്ഷേ ഇതായിരിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരാൾ സിനിമ റിലീസിന് ഒരു മാസം മുമ്പാണ്, ഇപ്പോൾ ഫിലിം മാർക്കറ്റ് 1-1.5 മാസം മുമ്പാണ്. അത്രയും വലിയൊരു കാലയളവ് മുമ്പ് നമ്മൾ ഒരു സിനിമ പ്രേക്ഷകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ വന്നാൽ തീർന്നു ആ സിനിമ. പിന്നെ ആ സിനിമ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെ വലിയ സിനിമകൾ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ലാലേട്ടനൊക്കെ വലിയ സിനിമകൾ ഇവിടെ ചെയ്തതിന് ശേഷം സിനിമാ സാങ്കേതികർക്ക് മുന്നിൽ പ്രിവ്യൂ വെച്ചപ്പോൾ
അത് വർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ മാറി പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിരുന്നുണ്ട് പണ്ടൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മൾ ഇന്ന് 1.5 മാസം മുമ്പ് ഒരു പ്രിവ്യൂ പ്രേക്ഷകന് മുന്നിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ധൈര്യം കാണിച്ചതും ധൈര്യത്തിനപ്പുറം നമ്മളൊരു പരീക്ഷണ സ്വഭാവം കൂടി വെച്ചുകൊണ്ടായിരുന്നു അങ്ങനെ വെച്ചത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഹാപ്പിയായിട്ട് ഇരിക്കുന്നതും ഈ സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കം നമുക്ക് സെറ്റ് ആയതും ഒക്കെ ആ പ്രിവ്യൂ കൊണ്ടാണ്. അത് നമുക്ക് പോസിറ്റീവ് കാര്യമാണ്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സിനിമയ്ക്ക് കയ്യടികൾ കിട്ടി, സിനിമ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് അത് നമുക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ബോണസ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ കരുതുന്നു. പക്ഷെ അതല്ലായിരുന്നുവെങ്കിൽ ആ സിനിമയ്ക്ക് നഷ്ടം ഉണ്ടായാൽ ഈ പറഞ്ഞ സാമ്പത്തികം മുടക്കി ഞാൻ തന്നെയാവും അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. കാര്യം അൻഡാബിൻ്റെ സിനിമയിൽ ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ സ്ട്രോങ് റോൾസാണ് അദ്ദേഹം തരാറുള്ളത്. ഇതിൽ ഞാൻ ജയശങ്കരേട്ടന് മരുമോനാണ്, സൺ ഇൻ ലോ ആണ്. നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷയോടെ നമ്മൾ ഉള്ള കഴിവുകൊണ്ട് നമ്മളൊരു സീൻ പെർഫോം ചെയ്യുന്നു. ഈ സീൻ എങ്ങനെ സിനിമയിൽ വരുന്നു എന്നുള്ള ഡയറക്ടറിൻ്റെ കയ്യിലും കൂടെയാണ്. അദ്ദേഹം അതിന് എത്ര അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചൂസ് ചെയ്ത് അതിന് പ്ലേ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ആ സീൻ പ്ലേസ് ചെയ്യുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച മമ്മൂക്കയുടെ മൂവിയാണ് ക്രിസ്റ്റഫർ. അപ്പോൾ ക്രിസ്റ്റഫറിൽ ബീനുച്ചൻ സാർ എന്ന ആ റോളിന് വിളിക്കുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ്, കല്യാണം കഴിഞ്ഞിട്ട് പോകും, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അപ്പോൾ എൻ്റെ സീൻസ് മാത്രം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്ലാറ്റിൽ എൻ്റെ അസോസിയേറ്റ്സിനെ കാണാൻ വേണ്ടി ഇപ്പം ഞാൻ വായിച്ചപ്പോൾ ഒന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ഡയലോഗേ ഇല്ല, ഒരു ലൈൻ പോലും ഇല്ല. ഓക്കെ എന്ന് വെച്ചാൽ വേറെ സീനിൻ്റെ ഇടയിൽ മമ്മൂക്ക എന്നെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സെക്സ് മേനിയാക്ക് എന്നാണ്. പടച്ചോണി, ഇത് ഈ ക്യാരക്ടറാണ് ഞാൻ എനിക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് എങ്ങനെയുണ്ടാവും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ സിനിമ വന്നപ്പോൾ ആ സിനിമയുടെ മൊത്തത്തിൽ എൻ്റെ കുറേ സീൻസ് എടുത്തത് അജയ് വാസുദേവായിട്ടായിരുന്നു. അന്ന് ഉണ്ണി സാറിന് ത്രോട്ടിനൊരു പ്രോബ്ലം ഉണ്ട്. അജയ് വാസുദേവ് സാറാണ് കൂടുതൽ ആ സീൻസ് എടുത്തതും. അപ്പോൾ പിന്നെ ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക്കും എല്ലാം കൊണ്ടും സിനിമയിൽ വന്നപ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അതിനൊരു കറക്റ്റ് റീഡിങ് കിട്ടില്ല. നമ്മൾ ഡയറക്ടർ ഓക്കെ ആവുന്ന വരെ നമ്മൾ അഭിനയിക്കുന്നു. പിന്നെ സിനിമ വരുമ്പോൾ സ്ക്രീനിൽ കാണാം, സ്ക്രീനിൽ അതെങ്ങനെ വരുന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ. ഇതിൻ്റെ സെൻസർ കാര്യങ്ങൾക്ക് വേണ്ടി മൂവി ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ വയലൻസ് ഏരിയയെക്കുറിച്ച് അറിയാം. അപ്പോൾ ആ ഏരിയ എ സർട്ടിഫിക്കേഷന് ആയിരിക്കും വിധേയമാവുക എന്നുള്ളൊരു സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി കൂടുതൽ നമ്മളിതിലേക്ക് കറക്ഷന് വേണ്ടി പോകണ്ട, ആ സിനിമയെ എ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തോട്ടെ എന്ന് കരുതി എ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഞാൻ പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത വെച്ച് എ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെയാണ് ആ സിനിമ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞങ്ങളൊരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് പിന്നീട് മാറ്റി നിർണ്ണയിച്ചതൊന്നുമല്ല. എ സർട്ടിഫിക്കറ്റ് മതി എന്ന് നമ്മൾ തീരുമാനിച്ചെടുത്ത് എ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം കട്ടുകൾ വിധിച്ചു. അത് രണ്ട് തരം രീതി എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. വലിയ സിനിമയാണെങ്കിൽ ആ കാഴ്ചപ്പാട് എല്ലാവർക്കും ഉള്ളത്. അതിപ്പോൾ എ സർട്ടിഫിക്കറ്റിനോട് ചിലപ്പോൾ ആ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തേനെ. പക്ഷേ അല്ലാതെ എ സർട്ടിഫിക്കറ്റ് തന്നു എന്നുള്ളതിനെ കുറിച്ചല്ല. എ സർട്ടിഫിക്കറ്റ് തന്നത് നമ്മൾ അവകാശപ്പെട്ട് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചത് തന്നെയാണ്. എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ കാഴ്ചപ്പാടുണ്ടോ എനിക്കറിയാൻ പാടില്ല. 18+ ഉള്ള, അതായത് കുഞ്ഞുങ്ങൾ കാണരുത്. കാണുന്നുണ്ട്. അല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനകത്ത് എന്തെങ്കിലും പ്രത്യേക കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളിവിടെ പറഞ്ഞതല്ലല്ലോ. ഇവിടെ പറഞ്ഞത് ഇതിനകത്ത് പിന്നെ സീൻസ് കട്ട് പറഞ്ഞതിനകത്തുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എ സർട്ടിഫിക്കറ്റ് എന്തോ മോശം സിനിമയാണെന്ന് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകൾക്ക് പോയപ്പോഴാണ് നമ്മളും ഇതിനെ ഈ നീളം കുറവൊരു നല്ല ലക്ഷണമായി കണ്ടു തുടങ്ങിയത്. നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ ഈ സിനിമയുടെ ലെങ്ത് ചോദിച്ചിട്ട് 2.5 മണിക്കൂറെന്ന് കേൾക്കുമ്പോൾ തിരിഞ്ഞു പോകുന്ന ഓഡിയൻസ് നമ്മൾ അവിടെ കാണുമ്പോഴാണ് 1.5 മണിക്കൂർ സിനിമകൾക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇതെന്തോ കുറച്ചിട്ടാണെന്ന് നമ്മളും വിചാരിച്ചത്. കാരണം 3 മണിക്കൂറൊക്കെ ഉള്ള സിനിമകൾ കണ്ട് ശീലിച്ചവരാണ് നമ്മൾ നമ്മുടെ ചെറിയ സിനിമ എന്ന് പറഞ്ഞു തുടങ്ങിയിടത്താണ് എനിക്കൊന്ന് കൂടുതൽ വിഷയം. നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ബേസിക്കലി അതിൽ വിശ്വസിക്കുന്നു. അനുവിൻ്റെ സിനിമയോട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാനൊരു ചെറിയ സിനിമ അഭിനയിക്കാമെന്ന് പറഞ്ഞല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു സിനിമ അഭിനയിക്കാമെന്നാണ്. അങ്ങനെ നമുക്ക് അങ്ങോട്ട് കാണാം. നിങ്ങൾ ഇന്ന് വന്ന പ്രസ് മീറ്റും മലയാളത്തിലേക്ക് 28-ാം തീയതി ഇറങ്ങുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന് വന്നുവെന്ന് നമുക്കൊക്കെ അങ്ങ് ചിന്തിച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ലേ? നമ്മളെക്കുറിച്ച് ചിലപ്പോൾ വിചാരിച്ചോട്ടെ ചെറുതും വലുതുമൊക്കെ, നമ്മളങ്ങനെ വിചാരിക്കായിരുന്നു പോലെ. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അനു എന്ന് പറയുന്ന സംവിധായകനപ്പുറത്തേക്ക് ഞാൻ കണ്ട ഏറ്റവും നല്ല പ്രേക്ഷകൻ, ഒരുപക്ഷെ ഒരു സിനിമ ആസ്വദിക്കാൻ ഇത്രയും നന്നായി അറിയുന്ന ഒരാൾ എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഒരുപക്ഷെ ഏറ്റവും നന്നായി സിനിമ ആസ്വദിക്കുന്ന ആൾ എൻ്റെ സംവിധായകൻ അനുറാമാണ്. അത് ഞാൻ മറ്റൊരു സിനിമയെക്കുറിച്ചല്ല പറയുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങൾ രാവിലെ 4 മണിക്കൊക്കെ ഫാൻ ഷോസ് വന്നാൽ
ആ 4 മണിക്ക് പോയി ആദ്യത്തെ സിനിമ കാണുകയും അന്ന് അത് വെച്ചൊരു വലിയ സിനിമ ആയിരിക്കാം, അതിനുശേഷം 11 മണിക്കോ 12 മണിക്കോ അന്നിറങ്ങിയ മറ്റ് ഇപ്പം നമ്മൾ പറയുന്ന ചെറിയ സിനിമ കാണാൻ, അങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാക്സിമം വെള്ളിയാഴ്ച രാത്രി കൊണ്ട് 4-5 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 5 സിനിമകൾ കാണുന്ന ഒരു സിനിമ ആസ്വാദകൻ ആണ് ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ളതാണ് ഞാൻ ഈ സിനിമയോട് കാണുന്ന അപ്രോച്ച്. അപ്പോൾ സിനിമയെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്, അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. നന്നായിട്ട് ഈ സിനിമയുടെ കഥ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് ശ്രമിച്ചതാണ് പല പ്രൊഡ്യൂസേഴ്സുമായിട്ട്, പക്ഷെ അത് വർക്കായില്ല. അവൻ്റെ കയ്യിലുള്ളതും അവൻ കൂട്ടി വെച്ചതും ചിലയിടത്തു നിന്നൊക്കെ മേടിച്ചതും ഒക്കെ വെച്ചിട്ടൊരു സിനിമ ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സോ അതിൻ്റെ എന്തെങ്കിലും ദാക്ഷിണ്യങ്ങളോ ഈ സിനിമയോട് നമുക്ക് ആവശ്യമുണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. നല്ല മനസ്സോടുകൂടി ഈ സിനിമ കാണുമോ, നിങ്ങൾ അത്യാവശ്യം ആസ്വദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ സിനിമ കണ്ടതാണ്. സാധാരണ നമ്മൾ പ്രൊമോഷൻസിൽ വന്നിരുന്ന പ്രതീക്ഷയോടുകൂടി നമ്മളും കാണാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു സീനിൻ്റെ എക്സ്പീരിയൻസോ പറഞ്ഞു കേട്ടതോ ഡബ് ചെയ്തപ്പോൾ കണ്ടതൊക്കെ വെച്ചിട്ടാണ്. ഈ സിനിമ ഒരു മാന്യമായ സിനിമയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് നോക്കാം. കലാകാരൻ്റെ മൂല്യം കലാകാരൻ മാത്രം നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കലാകാരനെ നിങ്ങൾ ഇറങ്ങുന്ന ദിവസം റേറ്റ് ചെയ്യില്ലല്ലോ. അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നില്ലേ, അയാൾ ഇന്നതിൽ നന്നായി, ഇന്നതിൽ മോശമായി, ഇന്നതിൽ ഗംഭീരമാക്കി എന്ന് പറയുന്ന ആ റേറ്റിംഗെ ബേസ് ചെയ്താണ് അയാൾ അടുത്ത പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ എല്ലാ സംസാരങ്ങളും, അയാളുടെ എല്ലാ മറ്റുള്ള സാഹചര്യങ്ങളും. തീർച്ചയായിട്ടും റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏത് കാര്യവും. അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നിടത്ത് അയാളുടെ പോയിന്റിൽ ഡിമാൻഡ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടാണ് ജൂൺ 1-ാം തീയതി മുതൽ സമരമാണ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു മേഖല ഉണ്ടെങ്കിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരു 10,000-ഓളം ഫാമിലി കേരളത്തിലുണ്ട്. അതെവിടെ ഉണ്ടാവേണ്ടത്, അത് ഇല്ലെങ്കിൽ ചിലപ്പോൾ കേരളം മുമ്പോട്ട് പോകുമായിരിക്കും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ അതിനെ എക്കണോമിക്കലി കാണുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുന്നെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലുകൾ ഒരു മാസത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അവിടേക്ക് ആ ഫണ്ട് റോൾ ചെയ്യപ്പെടുന്നുണ്ട്. അത്യാവശ്യം അവിടുത്തെ പെട്രോൾ പമ്പുകളിൽ നമ്മൾ പമ്പിൽ ഡീസൽ അടിക്കുന്നുണ്ട്, അവിടുത്തെ വെജിറ്റബിൾസുകൾ മേടിക്കുന്നുണ്ട്, അവിടുത്തെ എല്ലാ ഇപ്പോൾ ക്യാമറ ലെൻസും കുറച്ച് കോസ്റ്റ്യൂംസും മാത്രമാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. ബാക്കിയെല്ലാം നമ്മൾ ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് കേരളത്തിൻ്റെ പല ഭാഗത്ത് 150ഓളം സിനിമകളൊക്കെ വരെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 150ഓളം സിനിമകളുടെ ഒരു 60 അല്ലെങ്കിൽ ഒരു 50-60% എക്കണോമിക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഇത് താരങ്ങൾ മാത്രം മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സൈഡിലും. ഇത് ബേസിക്കലി ഈ നിങ്ങൾ ഈ ഇറങ്ങി വരുന്ന ആഡംബരക്കാരൻ്റെ വിഷ്വൽ കാണിക്കുന്നതുകൊണ്ടും കൂടി സംഭവിക്കുന്നതാണ് കുറച്ച് എന്നൊരു പേഴ്സണൽ റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം ആഡംബരക്കാരിൽ വരുന്ന ഒരു 10 പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അമ്മ എന്ന് പറഞ്ഞ സംഘടന 500 മേലെ ആൾക്കാരുണ്ട്. ഇതിൽ നിങ്ങൾക്കൊരു 15 കാറിൽ കൂടുതൽ കാണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പം യൂബറിൽ വന്ന് ഇറങ്ങുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്, പക്ഷെ അവരും കലാകാരന്മാരാണ്, അവരും സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്നുള്ളൊരു ബഹുമാനം നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സിനിമ ഉണ്ടാവട്ടെ. കാരണം നമുക്ക് എളുപ്പമാണ് ഇൻഡസ്ട്രിയിൽ നമുക്ക് സമരം വെച്ചോളൂ, അല്ലെങ്കിൽ അത് ശരിയായാലും ഇത് ശരിയാവുള്ളൂ. അങ്ങനെ ശരിയായാൽ കുഴപ്പമില്ലാത്ത ഒരു 15-20 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും കുഴപ്പത്തിലേക്ക് തന്നെ പോവാം. ആക്ടേഴ്സിൻ്റെ പ്രതിഫലം കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയിൽ എൻ്റെ ആക്ടേഴ്സായ കൈലാഷും, പ്രശാന്ത് അലക്സാണ്ടറും, ജയശങ്കറും, ഷെയ്ൻ സിദ്ദിഖും എല്ലാവരും, അഖിലും എല്ലാവരും പ്രതിഫലം വളരെ ഒരു പേരിന് വേണ്ടി ഒരു സ്നേഹ സമ്മാനം മാത്രം വാങ്ങി അഭിനയിച്ചിട്ടുള്ളവരാണ്. ആരും പ്രതിഫലത്തിന് വേണ്ടി കടുംപിടുത്തം പിടിച്ചവരല്ല. ഒരു സിനിമ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു, സൗഹൃദത്തിൻ്റെ പേരിൽ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് സിനിമയിൽ. എവിടെയെങ്കിലും ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ്, ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ കൂടി ആയ ഈ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ പുതിയ പ്രൊഡ്യൂസേഴ്സ് എവിടെ നിന്നെങ്കിലും കാറ്റിൽ വന്ന് ഒരു നടനെ വേണമെന്ന് തോന്നുമ്പോൾ അയാൾ പറയുന്ന എത്രയാണോ ഇരട്ടി പ്രതിഫലം പോലും കൊടുത്ത് അയാളെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതി കൂടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഇത് ശരിക്കും ഞങ്ങൾ ഈ ചിത്രത്തിൽ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് എഴുതി കാണിച്ചാൽ മതി. ആനിമൽസിനെ ഉപദ്രവിക്കുന്നില്ല, അതുപോലെ എഴുതി കാണിക്കണം. അത് എഴുതി കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉപദ്രവിച്ച 2 സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെ നമ്മൾ ശരിക്കും ഉപദ്രവിച്ചിട്ടില്ല. ട്വിങ്കിളും അതിഥി മോഹനമാണ് ഞങ്ങളുടെ കഥാപാത്രങ്ങളെ നന്നായി ചെയ്തിട്ടുള്ളവർ. ശരിക്കും നമ്മളൊരു യൂഷ്വൽ ഹീറോയിൻസ് ആസ്പെക്റ്റിലല്ല ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പോലും. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഹീറോയിൻ ഇവരാണോ ഹീറോയിൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു യൂഷ്വൽ ഹീറോയിൻ ആസ്പെക്റ്റ് അല്ല, അങ്ങനത്തെ ഒരു സങ്കല്പത്തിലല്ല ഞങ്ങൾ ഇവരെ തിരഞ്ഞെടുത്തത് പോലും. അവർ ആ പെർഫോമൻസ് അവർ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക്. ടിങ്കിളിൻ്റെയൊക്കെ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ഷെയ്ഡുണ്ട്. ടിങ്കിള് അതിനുവേണ്ടി ഒരുപാട് എന്താ പറയുക നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. കാരണം
ഈ വലിയ ക്രൂ മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സിനിമയിൽ ചില ഇത്തരം കാര്യങ്ങൾ ചിത്രീകരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ സഹകരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയൊക്കെ അവരൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇതിനെല്ലാം വിഷയത്തിന് കാരണക്കാരനായവൻ ആളിവിടെ ഇരിപ്പുണ്ട്, അഖിൽ പ്രഭാകരൻ. ഞാൻ അയാളോട് പറഞ്ഞതാണ് ഒരു പരിവേഗത്തിലൊക്കെ ഇട്ട് ചവിട്ടാൻ, പക്ഷെ അയാളത് ചെയ്തിട്ടില്ല. അയാളത് ക്രൂവലായിട്ട് തന്നെ ചെയ്ത് കളഞ്ഞു. പിന്നെ ഹിസാൻ നമ്മുടെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റാണ്, അദ്ദേഹവും നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും ഞങ്ങളോട് സഹകരിച്ചതിൻ്റെ പുറത്ത് ആ സിനിമ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയും. പിന്നീട് നമുക്ക് അതിനുശേഷം വന്ന ട്രബിൾ ഒന്ന് നീണ്ടുപോയതിൻ്റെ ഒരു വിഷമം, ഒരുപക്ഷെ നമുക്കിത് നാഷണൽ കമ്മിറ്റിയിലൊക്കെ പോയി ഈ സിനിമ വീണ്ടും പ്രദർശിപ്പിച്ച് വീണ്ടും ക്യാഷ് ചിലവാക്കി ഈ അപ്രൂവലൊക്കെ നേടിയെടുത്തിട്ട് വരാമായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ആ സാങ്കേതികതയിലേക്ക് പോകാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ആ അവസ്ഥ കൊണ്ട് ഇത് നമുക്ക് ഒന്ന് ഒതുക്കി വെക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഈ സമയത്തോ എപ്പോഴായാലും ഇതൊന്ന് പറയപ്പെടേണ്ടതാണെന്നുള്ളത് കൊണ്ടൊന്ന് പറയുന്നത് മാത്രം. 2 നീതി എന്ന് പറയുന്ന കാര്യം നടപ്പിലായിട്ടുള്ളതായി സംശയിക്കുന്നതിൻ്റെ പേരിലും എന്നോട് ഇത്തരം ഒരു ക്രിയേറ്റീവ് പാർട്ടിൽ നിർദ്ദേശം കൊടുത്തതിൻ്റെ പേരിലും മാത്രം പറയുന്നതാണ്. ഇതൊരു വലിയ പരാതിയായിട്ടോ നാളെ ഇതിങ്ങനെയൊക്കെ സംഭവിക്കും, ഇവിടെ കൊടിയ പാവങ്ങൾ നടക്കുന്നതെന്നല്ല. പക്ഷെ 2 നീതി നടപ്പിലായി എന്ന് തോന്നിയത് കൊണ്ടും അതിനുശേഷമാണ് ഈ പറഞ്ഞ പ്രസ്തുത ചിത്രമൊക്കെ റിലീസായതും അതിൻ്റെ വയലൻസിൻ്റെ ഏരിയയെ ഇത്രയധികം കൊണ്ടാടപ്പെടുകയും അത് പ്രേക്ഷകർ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് എന്തിനായിരുന്നു ഈ നീതി എന്ന് തോന്നിയത്. അതിനുശേഷമായതുകൊണ്ട് കൂടിയാണ് കേട്ടോ അത് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷമാണ് എൻ്റെ പടത്തിൻ്റെ സെൻസറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ സിനിമ ഞാൻ കാണാൻ വരുന്നത്, ആ സിനിമ റിലീസായത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ നിർഭാഗ്യവശാൽ എൻ്റെ സീൻസാണ് ഭൂരിഭാഗവും കട്ടായി പോയിട്ടുള്ളത് ഈ സെൻസർ. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയാണ് മാർക്കോ കണ്ട് ഇറങ്ങുമ്പോൾ എനിക്ക് വയലൻസ് ആയിട്ടുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ മാർക്കോ സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഫുള്ളും എന്തുകൊണ്ട് നമ്മുടെ ഈ സീൻസ് ഇവരിങ്ങനെ കട്ട് ചെയ്തു എന്നുള്ളൊരിത്. അപ്പോൾ അന്ന് സെൻസർ ബോർഡ് കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് സ്ത്രീകളോടുള്ള ഈ അതിക്രമം കാരണം അങ്ങനത്തെ എന്തെങ്കിലും ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മാർക്കോലൊക്കെ കാണിക്കുന്നത് സ്ത്രീകൾ പോട്ടെ കുട്ടികളോടൊക്കെ ഗർഭിണിയായ പെണ്ണിന്റെ വയറ്റത്തിട്ടിടിച്ചിട്ടാണ് കൊച്ചിനെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഇതിൽ ഒന്നും പറയാനില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള വയലൻസേ ഇല്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇല്ല, ഇതിൽ ഒരു ഡയറക്ടർ ഒരു പടം എടുക്കുന്ന സമയത്ത് പുള്ളിക്ക് കുറേ കാഴ്ചപ്പാടുകളുണ്ടാവും. ഈ ആളെ കഥ എങ്ങനെ ആയിരുന്നു, പ്രേക്ഷകരിലേക്ക് അത് എങ്ങനെ എത്തണം, ഔട്ട്പുട്ട് എങ്ങനെ ആവണം എന്നൊക്കെയുള്ള. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്രമൈസാണ് ഇപ്പോൾ അഡ്വാൻസ് സാറ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതിൽ തന്നെ ബാക്കിയുള്ള ഞങ്ങൾ ഉൾപ്പെടെ ആക്ടേഴ്സും പിന്നെ ഉണ്ടായിട്ടുള്ള സമയനഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇട്ട എഫേർട്ടിൻ്റെ ഒരു ഫുള്ളായിട്ട് അതവിടെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതും പിന്നെ സാറിൻ്റെ ആ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമമാണ്. എന്നുവെച്ചാൽ ഞങ്ങളെല്ലാവരും അതിലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അഖിലിന് ഇപ്പോൾ ഒരുപാട് സീന് കട്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം അവൻ്റെ ക്രൂവൽ ഫേസ് കാണിക്കാൻ പറ്റാതായി പോയി. ചിലപ്പോൾ അവന് ഒരു വില്ലൻ ഇമേജിൻ്റെ അത്രയും പീക്ക് ആയിരിക്കും ചിലപ്പോൾ കട്ടായിട്ടുണ്ടാവുക. അപ്പോൾ അനുചേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അനീതി എന്ന് നമ്മൾ പറയുമ്പോൾ ആ അനീതി എന്താണെന്ന് കാണിച്ചാലാണ് അത് ചെയ്യാൻ പാടില്ല അല്ലെ അതിനെതിരെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫിലിം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സാധ്യതയാണ്. അപ്പോൾ അതിനെ അനുചേട്ടൻ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ആ കഥയുടെ ഭാഗമായിട്ട് അതിനാവശ്യമായിട്ടുള്ളത് കൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ജയശങ്കർ ഏട്ടനെ പോലൊരാളെയൊക്കെ ഹീറോ ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നതും ഒക്കെ അത്തരത്തിലാണ്. ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് തന്നെ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ജയശങ്കർ ഏട്ടൻ ആദ്യം എന്നോട് ഞാനാണോ ഹീറോ എന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും ഈ സിനിമയിൽ 4-5 പ്രധാന കഥാപാത്രങ്ങൾ ഒരുപോലെ ഉണ്ട്. പക്ഷേ ജയശങ്കർ ഏട്ടൻ്റെ കഥാപാത്രമാണ് ഒരു പോയിന്റിൽ ഹീറോ. ബാറ്റിൽ ഓഫ് എ കോമൺ മാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയിലേക്ക് അത് എവിടെയോ ചുരുങ്ങും ഒരു ഘട്ടത്തിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളിൽ നമ്മൾ നായികമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും എല്ലാം അത്തരം ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കൺസെപ്റ്റ് ഫീൽ ശ്രമിച്ചിട്ടുണ്ട്. സിനിമ ഒരു നോൺ ലീനിയർ ഈ കഥാരീതിയാണ്. സിനിമ അവസാനം വരെ കാത്തിരുന്നാൽ തന്നെയാണ് അതിൻ്റെ സസ്പെൻസുകൾ എന്താണെന്നുള്ളത് വ്യക്തമാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് സിനിമ തിയേറ്ററിൽ പ്രേക്ഷകന് ഇഷ്ടപ്പെടുവാണെങ്കിൽ സന്തോഷമില്ലെങ്കിൽ അടുത്ത ശ്രമവുമായി ഉടൻ വരും.